ധന്യ, മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA റഷീദിന് തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല ഇത്. അതിനേക്കാൾ മുകളിലാണ് ഇത് സംബന്ധിച്ച ആലോചനകളും അവലോകനങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ മുസ്ലിം ലീഗിന് വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സീറ്റായി നിലവിൽ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ പിന്നെ എന്താണ് സാധ്യത? അടുത്ത തവണ ഭരണം ലഭിച്ചേ പറ്റൂ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചർച്ച നടക്കുകയാണ്. അതിന് അവർക്ക് ആധാരമായ ചില പഠനങ്ങളും ചില പുറത്തുനിന്നുള്ള ചില ഏജൻസികളെയും UDF ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട്, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇലക്ഷനീയറിംഗ് എല്ലാം നന്നായി അറിയുന്ന നേതാക്കളുടെ എല്ലാം സിറ്റിംഗ്, ഇതെല്ലാം വെച്ചുള്ള ഒരു വർക്ക് ഇപ്പോൾ നിലവിൽ UDF നടത്തുന്നുണ്ട്. അടുത്ത 15 ദിവസത്തേക്ക് അത്തരം ചർച്ചകളാണ് UDF നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു മുതിർന്ന UDF നേതാവ് അല്പം മുമ്പ് എന്നോട് പറഞ്ഞത്. അതായത് ഈ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ സീറ്റുകൾ എങ്ങനെ തിരിച്ചുപിടിക്കാം, അതിൽ നേരത്തെ പറഞ്ഞ ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥി മാറിയാൽ വിജയിക്കാൻ കഴിയും, ചിലയിടത്ത് പാർട്ടി തന്നെ മാറിയാലേ വിജയിക്കാൻ കഴിയൂ. ആ അർത്ഥത്തിൽ UDFന് വിന്നബിലിറ്റി ഇല്ല എന്ന് നിലവിൽ വിലയിരുത്തുന്ന ഒരു സീറ്റാണ് ഗുരുവായൂർ. മുസ്ലിം ലീഗിന് വിന്നബിലിറ്റി ഇല്ല എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വന്ന് മത്സരിച്ചാൽ വിജയിക്കുമോ? ഇത് ഗുരുവായൂർ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുന്നംകുളം സീറ്റിന്റെ കാര്യത്തിൽ അത്തരം ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി സീറ്റിന്റെ കാര്യത്തിൽ അത്തരം ചർച്ച നടന്നു. അങ്ങനെ നിരവധി സീറ്റുകളുടെ കാര്യത്തിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് മത്സരിച്ച ചില സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചാൽ എന്തായിരിക്കും എന്ന ആലോചന നടക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു പാക്കേജായി തന്നെ ഇത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് UDFൽ നിലവിലുള്ള ആലോചന. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് ഇന്നലെ കൊച്ചിയിൽ നടന്ന UDF യോഗത്തിൽ നടന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ K മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കാൻ പോകുന്നു എന്ന ഒരു ചർച്ചയും പൊട്ടിപ്പുറപ്പെട്ടത്. അതൊരു പക്ഷേ നേതാക്കളെല്ലാവരും ആരും തന്നെ അതിന്റെ ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു. കാരണം പൊതുവായി അത്തരത്തിലുള്ള ഒരു ആലോചനയ്ക്ക് വരുമ്പോൾ ഗുരുവായൂർ സീറ്റും അതിനകത്തേക്ക് വരുന്നു എന്ന് മാത്രമാണ്. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി വിശാലമായ അല്ലെങ്കിൽ കുറച്ചുകൂടി പാക്കേജായി തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ UDF രൂപീകരിക്കും. അതിനകത്ത് ഗുരുവായൂർ എന്ന മണ്ഡലം കൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഷുക്കൂർ.